എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതായത് ഇവിടെ കൊണ്ട് നിൽക്കണ്ട, ഇനിയും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് എന്താണ് ഞാൻ എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരാളെ സ്റ്റാഫായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഡ്രസ്സ്, ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സായിരിക്കണം നമ്മുടെ ഷോപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മളുടെ യൂണിറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഡ്രസ്സായിരിക്കണം ഷോപ്പിലുള്ളത് ഉണ്ടാവേണ്ടത്. ആ ഒരു സ്വപ്നം ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നമുക്ക് കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നെങ്കിൽ 2-3 ആൾക്കാർക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുറേ കുട്ടികളുടെ അധ്വാനമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് സാലറി കൊടുക്കണമെങ്കിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ടും അവർ എനിക്ക് വേണ്ടി പണി ചെയ്തതുകൊണ്ടും ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട പോലെ കുറേ കുട്ടികളുണ്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഇന്ന് ഈ ഒരു നിലയിലെത്താൻ ഇപ്പം നമ്മുടെ ആദ്യവാരം ഒരു അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് വരിക നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലേ. അപ്പോൾ എൻ്റെ ഈ ജൈനമേട് തന്നെ കൊണ്ട് ഞാൻ ഒരുപാട് നന്ദി പറയണം. കാരണം അവരാണ് എന്നെ ഒരു പരിധി വരെ ഒരു നിലയിൽ അവരെനിക്ക് ആദ്യം സ്റ്റിച്ചിങ്ങിന് അവർ തന്നതുകൊണ്ടല്ലേ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അവർ സ്റ്റിച്ചിങ്ങിന് തന്ന്, പിന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ അവരവിടെ പഠിക്കാൻ വന്ന്, പിന്നെ ഞാനൊരു യൂണിറ്റ് തുടങ്ങിയപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ സ്റ്റിച്ചിങ്ങിനും വന്ന്. അങ്ങനെ പല രീതിയിലും എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ നാട്ടുകാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ എന്നും, അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് അറിയാം, എൻ്റെ കുട്ടികൾ മീൻസ് എൻ്റെ സ്റ്റുഡൻസ്, അവർക്ക് അറിയാം എൻ്റെ സ്വഭാവം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ കയറിക്കൂടിയാൽ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും എന്തിനാ അങ്ങനെ വെറുതെ പറഞ്ഞ് നടക്കുന്നത്, പറഞ്ഞാൽ കിട്ടൂലെന്ന്. പക്ഷെ അത് വെറുതെ കേട്ടോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലൊരു ആഗ്രഹം കയറി കൂടിയാൽ ഞാനത് എൻ്റെ കുട്ടികളുടെ എപ്പോഴും പറയടാ എനിക്ക് എന്തോ ഒന്ന് ചെയ്യണം. പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണില്ല. എനിക്ക് ലോൺ എടുക്കാൻ താല്പര്യമില്ല. കാരണം എനിക്കൊരു കടയാണ് വേണ്ടത്, അല്ലാണ്ട് കടം ഉള്ള ഒരു കട എനിക്ക് വേണ്ട. കാരണം ഞാനിപ്പോൾ എൻ്റെ മക്കളൊക്കെ ഏകദേശം വലുതായി, ഇപ്പം വർഷങ്ങളായില്ലേ, മക്കളൊക്കെ ഏകദേശം വലുതായി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് അത് മറ്റുള്ളവർ എൻ്റെ നേരെ കൈ ചൂണ്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ എൻ്റെ മനസ്സിലൊന്നും ഭയങ്കര ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങാം. അതെങ്ങനെ ഞാൻ കട തുടങ്ങുക, അത് എവിടെയാണ് കട തുടങ്ങുക, എത്ര ലക്ഷം രൂപ വേണമല്ലേ കട തുടങ്ങാൻ. അപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കൊണ്ടും അതുപോലെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ തൊഴിൽ ഷെയർ ചെയ്യാം. ഉമ്മ എനിക്ക് എങ്ങനെ തുടങ്ങണം. അതുപോലെ എൻ്റെ അനിയത്തി ഉണ്ട് ജസ്ല, അവിടത്തൊക്കെയാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, അത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഹസ്ബൻഡും ഭയങ്കര, അപ്പോൾ എനിക്ക് നിർബന്ധം, എൻ്റെ വാശി ഞാൻ സ്വന്തമായിട്ടേ ചെയ്യുള്ളൂ. എന്നാൽ നമ്മൾ ഹസ്ബൻഡ് നീക്കി വെച്ചിട്ടുള്ള നമുക്കൊരു സേവിങ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെന്നും ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉയർച്ച മാത്രമല്ലല്ലോ, താഴ്ന്നു വരുന്നതും കൂടി നമ്മൾ ചിന്തിക്കണം. എല്ലാതും നമുക്ക് പോസിറ്റീവ് തന്നെ ആവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അത് നെഗറ്റീവും വരാം. അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കിട്ടുന്ന സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഉറുമ്പ് എങ്ങനെയാണ് കുറച്ച് മണ്ണിങ്ങനെ കൊണ്ടുവന്നിട്ട് അത് വലിയൊരു അതിന് കൊട്ടാരം പോലെ കെട്ടിയിട്ടുണ്ടാവുമല്ലോ, മണ്ണിൻ്റെ ഒരു സംഭവം കൂട്. അതുപോലെ എനിക്ക് കിട്ടുന്ന സേവിങ്സിൽ നിന്ന്, എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ കുറച്ച് ക്ലോത്തായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എനിക്കൊരു 50,000 രൂപയാണ് ഒരു മാസം എൻ്റെ കയ്യിലുണ്ടാവുക, അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യും. പിന്നെ ഒന്നുമല്ല, 5,000 രൂപയാണ്, 5,000 രൂപയ്ക്കുള്ള ക്ലോത്ത് ഞാൻ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഞാൻ ഈ ക്ലോത്തൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ കൂടെ കുറേ ഡ്രസ്സുകൾ ഞാൻ ചെയ്തു. ഓൺലൈൻ ബൊട്ടിക്കായിട്ടാണ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈനിൽ കൂടി കുറേ കസ്റ്റമർ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഒരു എക്സിബിഷൻ കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സിബിഷന് വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം ഡ്രസ്സുകൾ ഒറ്റയ്ക്ക് ഇരുന്ന് തയ്ച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സും കൂടി തയ്ച്ചപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും ഡ്രസ്സ് തയ്ച്ചു. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഫുള്ളാക്കാനുള്ള ഡ്രസ്സ് ഫുള്ളാക്കാൻ അങ്ങനെയല്ല, എന്നാലും നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ച്. അങ്ങനെ ഞാൻ എവിടെ ഇപ്പോൾ റൂമൊക്കെ ടൗണിലാകുമ്പോൾ ഒരുപാട് പൈസ ആവില്ലേ, എങ്ങനെയാണ് അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനുള്ളിൽ ഒരു ആശയം വന്ന്, ഇക്കാർക്ക് പാസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഗുണമാണ് അവർ നിറയെ ലോഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ തുറക്കുള്ളൂ, വെറുതെ പൂട്ടിയിട്ട് കയറും. അപ്പോൾ എനിക്ക് രാത്രി അങ്ങനെ നമ്മൾ ചിന്തിച്ചിങ്ങനെ കിടക്കുക, എന്തെങ്കിലും മനസ്സിൽ കയറി ഉറക്കം ഉണ്ടാവില്ല. ഭയങ്കര അവിടെ എത്തുന്ന വരെ എനിക്ക് ഭയങ്കര എന്താ പറയുക ആകാംക്ഷയും, അത് എങ്ങനെയുണ്ട് അങ്ങനെ
കണ്ണ് ചിമ്പിയിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. എനിക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തണം. അപ്പം അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ട്, ഇക്ക ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ ഇക്കാനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓക്കെ ആ ഒരു റൂം നമുക്കിങ്ങനെ മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്കൊരു ഷോപ്പാക്കിയില്ല എൻ്റെ ഒരു സ്വപ്നത്തിന്. അപ്പോൾ ആൾ പറഞ്ഞു റെഡി, അതിനെന്താണ് നീ ചെയ്തോ. അതിനിപ്പോൾ ആള് പിന്നെന്താ പറഞ്ഞ ഒരു ഭാഗ്യം, ഞാൻ ഏത് ഉറക്കത്തിൽ വിളിച്ചാലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു റൂമൊക്കെ പറഞ്ഞാൽ പാസ്റ്റ് ഓഫീസല്ല, അങ്ങനെ ഒരു ഭംഗിയില്ലാത്തൊരു റൂമായിരുന്നു. അതിനൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത്, അപ്പോൾ ആ സമയത്തും ഈ പെയിൻറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് എന്തോ ഭാഗ്യത്തിന് വലിയ വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 2 ലക്ഷത്തിൻ്റെ കല്യാണ ഓർഡർ. അവർ നമ്മളെല്ലാ ഇതും ചെയ്യുമായിരുന്നു. ബ്രൈഡൽ വർക്ക് ചെയ്യും, ആര് വർക്ക് ചെയ്യും, പിന്നെ എല്ലാ മോഡലും നമ്മുടെ ഇതിൽ യൂണിറ്റിൽ ചെയ്യുമായിരുന്നു. അപ്പം ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്ലാസ് എടുക്കാനും പോകുന്നത് പാലക്കാട് ലയൺസ് ക്ലബിൻ്റെ സ്റ്റിച്ചിങ് ഇതിൽ ടീച്ചറാണ്. അതുപോലെ AWCൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിലും ടീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളുണ്ടാവും. രാത്രി ഞാൻ ഈ പറയുന്ന പോലെ ഈ 2 ലക്ഷം എന്ന് ഞാൻ പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടില്ല. നിങ്ങൾക്കൊരു 2-3 മിനിറ്റ് കേൾക്കുമ്പോൾ ആ ഒരു നിസ്സാരമല്ല അത് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. കാരണം എനിക്ക് കുറേ സ്റ്റാഫിൻ്റെ സ്റ്റിച്ചിങ്ങിന് ആളുണ്ടായിരുന്നു. പക്ഷേ ബ്രൈഡൽ വർക്കിനൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല എമൗണ്ടിൻ്റെ ബ്രൈഡൽ വർക്കായിരുന്നു അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ രാത്രി ഫുള്ള് ഇരുന്ന് വർക്ക് ചെയ്യും. പകല് ക്ലാസ്സിന് പോകണം, നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ, പകല് ക്ലാസ്സിന് പോകണം. അപ്പോൾ അതുപോലെ ഞാൻ കോളേജുകളിലും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ചിറ്റൂർ കോളേജിൽ, പിന്നെ കുറേ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതൊക്കെ അങ്ങനെ നമ്മുടെ ഭാഗ്യം പോലെ എന്താ പറയുക, നമുക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രയത്നിച്ചാൽ നമുക്കൊരു ലക്ഷ്യം വേണം. ആദ്യം ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ നോക്കിയോ ദൂരെ ഒരു വലിയൊരു നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്മുടെ മരത്തിലൊരു മാങ്ങ ഉണ്ട്. അപ്പോൾ ആ മാങ്ങ വലിക്കുക, അത് വേണമെങ്കിൽ വീട്ടിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് അണ്ണാൻ കുത്തി താഴെ ആർക്കും ഉപയോഗം ഇല്ലാണ്ടാവും. അതേതിൽ എനിക്കത് വേണം, ഞാനത് എങ്ങനെയെങ്കിലും വലിക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. നമ്മൾ ഓരോ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വലിഞ്ഞ് കയറില്ലേ, വലിഞ്ഞ് കയറിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ വലിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സ്വപ്നം ഉണ്ടാകണം ആദ്യം. ആ സ്വപ്നം നമ്മൾ എങ്ങനെയെങ്കിലും അത് പിടിക്കും നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം തനിയെ വന്നോളൂ. സാഹചര്യങ്ങൾ അതുപോലെ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം എനിക്ക് എവിടുന്നൊക്കെ ഓർഡറുകൾ കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ഒരു 2 ലക്ഷത്തിൻ്റെ ഇത് കിട്ടി. ആ ഓർഡർ എടുത്ത് പെട്ടെന്നല്ല, ഞാനിപ്പോൾ ഇന്ന് വിചാരിച്ച് നാളെ കട ഓപ്പൺ ചെയ്ത കഥയല്ല കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട് ആ കടക്ക്. അങ്ങനെ ഞാൻ ആ നമ്മുടെ കടയിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമല്ല ഞാൻ ഈ പറയുമ്പോൾ നല്ല അങ്ങനൊന്നുമല്ല, ചെറിയ രീതിയിൽ സെറ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആ 2 ലക്ഷത്തിനുള്ള സെറ്റ് അവിടെ ഇട്ട്. വാടക കൊടുക്കണ്ട, അഡ്വാൻസ് കൊടുക്കണ്ട, അതാണ് നമ്മുടെ ഇക്കാൻ്റെ ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളവിടെ ഈ തുണിയൊക്കെ എടുത്ത്, പിന്നെ എനിക്ക് ഓരോ സമയത്ത് പോലെ ബൾക്ക് ഓർഡറുകൾ എടുക്കും. രാത്രി ഫുള്ള് ഞാൻ പണിയെടുക്കും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഉറങ്ങാനുള്ള സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു 4 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. കുറച്ച് നേരം സുഖമായി കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് പകല് നേരത്തെ എണീക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. ഇത് കഴിഞ്ഞ് അതായത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരും, പിന്നെ ഇങ്ങനെ പൈസക്കും വേണ്ടി ആക്കുന്നത് ആക്രാന്തോ അങ്ങനൊന്നുമല്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഏജ് വന്നാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഓടാം. കാരണം അത് എനിക്കുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം എനിക്ക് വേറെ ഇത് ബുദ്ധിമുട്ടുകളൊന്നും, എല്ലാവർക്കും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഓട്ടോന്നത്. അതായത് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ ഓടി അവിടെ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ഏജ് വന്നാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഓടാമല്ലോ. അവിടെ ഇനിയിപ്പോൾ കുറച്ചും കൂടി വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റൂല. ഇപ്പം അങ്ങനെ ഞാൻ ഓടി നമ്മുടെ കട ഈ പറഞ്ഞ പോലെ കടങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിൽ അത് ഓപ്പൺ ചെയ്ത്. അപ്പോൾ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് എൻ്റെ വാപ്പാരിനെ കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യണം. 2 വാപ്പാരും പാടെയാണ്, എൻ്റെ ഇക്കാൻ്റെ വൈഫും എൻ്റെ ഒപ്പം പാടെയാണ്. അതെൻ്റെ സ്വപ്നം എന്താ വെച്ചാൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് അവർ ഓരോ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മക്കളുടെ അടുത്ത്, അപ്പോൾ മക്കളെ ഞാനാണ് ജയിച്ചത്, നിങ്ങളല്ല, നിങ്ങൾ ഓരോന്ന് നേടിയിട്ട് വരുമ്പോൾ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പാരൻസും ഇത്
ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ വാപ്പയും ഇതുപോലെ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ മക്കൾ നല്ലൊരു ഇതിൽ എന്താണ് എത്തിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനം എടുത്തതാണ് എനിക്ക് പഠിക്കണം. അങ്ങനെ ഞാൻ പഠിക്കാനും തുടങ്ങി. പിന്നെ അവിടെ നിന്ന് കണ്ട് ഇപ്പോൾ ഈ ഷോപ്പൊക്കെ തുറക്കുമ്പോൾ ഞാൻ ഇപ്പത്തെ പറയായിരുന്നു, ഇവിടെ ഞാനല്ല കേട്ടപ്പോൾ ജയിച്ചത്. ഞാൻ ഓരോന്നും വാങ്ങിച്ചിട്ട് അത് ഓരോ സംഭവങ്ങളും ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ട് വരുമ്പോൾ അത് ഞാൻ ഇപ്പാൻ്റെ മോളായത് കൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ എൻ്റെ വാപ്പയാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഓരോരുത്തരും ഇപ്പോൾ ഞാൻ പാരൻ്റ് ആയപ്പോഴാണ് എനിക്കതിൻ്റെ സന്തോഷം അറിയണത്. എൻ്റെ മക്കൾ മേടിച്ചിട്ട് വരുമ്പോൾ ആ സന്തോഷം അവരെക്കാട്ടി കൂടുതൽ ഞാനും എൻ്റെ ഞങ്ങളാണ് അത് അനുഭവിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഞാൻ എന്ത് നേടുന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് നേടുന്നുണ്ടെങ്കിലും അത് ഞങ്ങളുടെ പാരൻസിനുള്ളതാണ്. അവർക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഓരോ ഇതാണ്. അങ്ങനെ നമ്മുടെ റെഡിമെയ്ഡ് ഷോപ്പ് ഓപ്പണിംഗ് ആയി. മാഷാ അല്ലാഹ്, അതും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം. അപ്പോൾ ഈ റെഡിമെയ്ഡ് ഷോപ്പ് ചിലവർക്കൊക്കെ തോന്നും ഒരു കുഞ്ഞു ഷോപ്പാണ്. നമ്മുടെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ്. പക്ഷെ ഞാൻ പറയും അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ ലുലു മാളിൽ പോകുമ്പോൾ നമ്മുടെ യൂസുഫ് അലി സാർക്ക് കൊടുക്കുന്ന ചിലപ്പോൾ സന്തോഷം ഉണ്ടാവില്ല. അതിനെക്കാട്ടിയും സന്തോഷമാണ് എൻ്റെ ലുലു മാളാണത്. ഞാൻ കഷ്ടപ്പെട്ട് എന്താ പറയുക രാപ്പകലില്ലാണ്ട് അധ്വാനിച്ച് അതിൽ ഓരോ എന്താണ് ഡ്രസ്സിലും ഓരോ ചെറിയ സംഭവങ്ങളിലും എൻ്റെ വിയർപ്പുണ്ട്, എൻ്റെ സന്തോഷമുണ്ട്, എൻ്റെ സ്നേഹമുണ്ട്. ഓരോ കുഞ്ഞുടുപ്പൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ആരായിക്കോട്ടെ ഒരു കുഞ്ഞുടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് അത്ര ലാളിച്ച് കൊഞ്ചിച്ച് എന്നിട്ടിരിക്കുന്ന ഞങ്ങൾ ആ കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ ഓരോന്നും ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ ഹാങ്കറിലൊക്കെ തൂക്കിയെങ്കിൽ ഡമ്മിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ ഞങ്ങൾ തന്നെ പറയും, ഓ ഇത്ര ക്യൂട്ടാണല്ലേ, എന്ത് ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഡ്രസ്സിലും ഞങ്ങളുടെ സ്നേഹവും ലാളനയും പ്രാർത്ഥനയും കണ്ണീരും വേർപ്പും എല്ലാം ചേർന്നിട്ടാണ് നമ്മളൊരു ഇതുണ്ടാകുക. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അതിൻ്റെയൊക്കെ എൻ്റെ ഒപ്പത്തിനൊപ്പം അവർ നിന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മളൊരു റെഡിമെയ്ഡ് ഷോപ്പും ഓപ്പൺ ചെയ്ത് അതും നല്ല മാഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും എനിക്കൊരു സ്വപ്നം. അതായത് ഒരു ദിവസം തന്നെ 5000 ഡ്രസ്സ് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഉണ്ടാവണ പോലെ പ്രൊഡക്ഷൻ ചെയ്യണ പോലെ ഒരു സംഭവം തുടങ്ങണം. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കയറിക്കൂടി. നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ന്യൂജൻ ഫാഷൻസ് റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം മാനുഫാക്ചറിങ് നമുക്ക് ഒരു ദിവസം തന്നെ ഒരു 5000 ഡ്രസ്സൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനാണെങ്കിലും എന്താ ചെയ്യുക, അതിന് കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഇനി പറഞ്ഞ പോലെ നമുക്ക് അത് വലിയൊരു എമൗണ്ടിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രയത്നമായി. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ് ലേഡീസിന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു ലൈസൻസിനൊക്കെ നടന്നപ്പോഴാണ്. ഇപ്പോൾ ആദ്യമാണെങ്കിലാണ് നമുക്ക് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്തും ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ ഞാനൊരു മെഷീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ആ ഒരു ഇതിൽ പോയപ്പോഴാണ് പിന്നെ അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ബാങ്കിൻ്റെ സപ്പോർട്ട് വേണം, എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. വലിയൊരു എമൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഒരു സ്വപ്നം നേടണമെങ്കിൽ എനിക്ക് അപ്പോൾ ആ ഒരു എമൗണ്ട് ഒരു 15 ലക്ഷമാണ്. ആ ഒരു 15 ലക്ഷം എടുത്താലും അത് അടച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള ഫുൾ കോൺഫിഡൻസും ഇന്ന് എനിക്കുണ്ട്. എന്നെക്കൊണ്ട് പറ്റും, അത്രയല്ല ഞാൻ അടച്ചു കൊടുക്കുക. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ലോണിന് പോയപ്പോൾ അവിടുന്ന് വ്യവസായ വകുപ്പ് ഭയങ്കര സപ്പോർട്ട്. അവർ പറഞ്ഞ് സംരംഭകർക്കുള്ള ലോണുണ്ട്, ജെൻസിന് പോലെ ലേഡീസ് സംരംഭകർക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഉണ്ണിസാറ് ഷബാന മേമ് അവരൊക്കെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിനുള്ള ലൈസൻസ് നമുക്ക് കിട്ടി. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ബോട്ടിക്കും കൂടി. ഇതൊക്കെ നമ്മൾ ഉണ്ടായിരുന്നത് പറഞ്ഞ വീട്ടിലാണ്. അപ്പോൾ ഈ ലൈസൻസിന് പോയപ്പോഴാണ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറണം, എന്നാലേ നമുക്ക് ലോണ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 4 മാസമായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജയിലുമേടുള്ള നമ്മുടെ CBM പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അത്ലറ്റിക് ബേക്കറി എന്ന സ്ഥാപനത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നു. മാഷാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതില്ല, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തത്
ഇപ്പം ഇന്നൊന്നും ആരുടെ വീട്ടിൽ സാധാരണ മെഷീൻ എല്ലാവരും ടേബിൾ ടോപ്പിലേക്ക് മാറി, അല്ലെങ്കിൽ പവർ മെഷീനിലേക്ക് മാറി. അന്ന് അങ്ങനെയല്ല. അന്ന് സാധാരണ നമ്മുടെ മാനുവലായി സാധാരണ ഒരു തയ്യൽ മെഷീന്, ചവിട്ടണ തയ്യൽ മെഷീന് ഞാൻ തുടങ്ങിയതാണ്. ഇന്ന് കമ്പ്യൂട്ടർ മെഷീനും അങ്ങനത്തെ പല സംഭവങ്ങളിലേക്ക് നമ്മുടെ എന്താണ് യൂണിറ്റ് മാറി. ആ ഒരു വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ വലിയൊരു സ്ഥാപനമായിട്ട് വലുതല്ല, എന്നാലും എന്താണ് എൻ്റെ മനസ്സിൽ അത് വലുതാണ്. ഇപ്പം നിങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ എൻ്റെ ഉള്ളിൽ അത് വലുത് തന്നെയാണ്. കാരണം നമ്മൾ ലോണോ കടങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴാണ് ഞാനൊരു 15 ലക്ഷം രൂപ, അത് സബ്സിഡിയുള്ള ലോണാണ്, അതുകൊണ്ട് എനിക്കതും 50 അത്രയാ വരുന്നുള്ളൂ. അപ്പം എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കണ മുന്നേ, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല വീട്ടിൽ എന്താണ് ഇരുന്ന് നിങ്ങൾ ഈ സങ്കടം പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിലിരുന്ന് തുടങ്ങുക. നമ്മൾ വീട്ടിലിരുന്ന് ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ നനഞ്ഞിച്ച് പറയും ടീച്ചർക്ക് സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ സപ്പോർട്ടില്ല, ഹസ്ബൻഡ് സപ്പോർട്ടില്ല. ഹസ്ബൻഡ് സപ്പോർട്ടൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ്, ആരും നമുക്ക് കൊണ്ടു തരുന്നതല്ല. നമ്മളവിടെ പ്രൂവ് ചെയ്ത് കാണിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ചെയ്തിട്ട് നമ്മൾ വെറുതെ അളുമ്പ് കളിക്കുമ്പോഴാണ് അവർ ചെയ്യാത്തത്. നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്, മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഹസ്ബൻഡിനും അല്ലെങ്കിൽ അമ്മൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്, എന്നിട്ട് നമുക്ക് കിട്ടണ നമ്മുടേതായിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുക. ഒരാളുടെ കീഴിൽ നമ്മൾ പോകണ്ട. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. ഇന്ന് ഞാൻ മാഷാ അല്ലാഹ് ഒരു മാസം എനിക്ക് ഒരു മാസം എനിക്ക് 1.5 ലക്ഷം രൂപ, ചില മാസങ്ങളൊക്കെ 75 കിട്ടുള്ളൂ, എന്നാലും 75 കുറവുള്ള മാസങ്ങളില്ല. 0 എന്ന് വന്നിട്ടുള്ള ഞാനാണ്. അതായത് ഒന്നും വിദ്യാഭ്യാസവും ഇല്ല, പുറലോകമായിട്ട് ബന്ധവുമില്ല, ഒരാളിനെ അറിയില്ല, അങ്ങനെ നിന്നിട്ടുള്ള ഇന്ന് എനിക്ക് കിട്ടുന്ന സാലറിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അധ്വാനിക്കാൻ മനസ്സ് കാട്ടും, ഉറപ്പായിട്ടും എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് വരും. നമ്മളതൊന്നും ചെയ്യാതെ എനിക്ക് ദിവസം ഉച്ചക്ക് ഉറങ്ങണം, ഉറങ്ങി നമുക്കൊന്നും അവിടെ നേടാനില്ല, നമുക്ക് അസുഖങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. നമ്മളൊരു ജോലിക്ക് മാറുമ്പോൾ നമ്മളുടെ റൊട്ടീന് കുറേ മാറ്റം വരുത്തണം. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഉച്ചക്ക്. രാത്രി ഒന്നും 8 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അത് 12 മണി വരെ നമുക്ക് സമയം മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പം ഞാൻ മോട്ടിവേറ്ററും കൂടിയാണ്. മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സിലും അതുപോലെ കോളേജിലൊക്കെ, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് ആദ്യത്തെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി ആ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ പഠിച്ച റബ്ബിനും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിന് നന്ദി പറയാണ്. കാരണം ആ ഒരു വ്യക്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. അപ്പോൾ ഞാൻ എത്രത്തോളം ബാക്ക് ഇങ്ങനെ പോകുമ്പോഴും എന്നെക്കൊണ്ട് എപ്പോഴും പറയും, നീ എപ്പോഴും അങ്ങനെ നിനക്ക് ഞാൻ 2 ചിറക് വെച്ച് തരാം, നീ പറന്നു ഉയർന്നോ, നിനക്ക് എത്രത്തോളം പറക്കാൻ പറ്റുമോ അത്രയും നിനക്ക് പറക്കാം, അല്ലാതെ ആ ചിറക് നീ അട്ടിച്ച് കളഞ്ഞിട്ട് ഒരിക്കലും താഴെ വരരുതെന്ന്. ഇന്ന് ഓരോ വേദിയിലും ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുമ്പോൾ ഞാൻ പറയും, ഈ ഫ്ലവറിലും ഈ നെയിം ബോർഡിലും ഈ ടേബിളും ഇതിലൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. ഓരോന്നും ഞാൻ ഒറ്റയടിക്ക് വാങ്ങിച്ചതല്ല, ഓരോന്നായിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോ സംഭവങ്ങൾ വാങ്ങിച്ചു ചേർത്തിയത്. ഇതിൽ ഓരോന്നിലും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ സ്വപ്നം കാണുക, സ്വപ്നം കണ്ടു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഡോക്ടർമാരുണ്ട്, നേഴ്സുണ്ട്, അതുപോലെ എഞ്ചിനീയർ ഉണ്ട്, ടീച്ചേഴ്സ്, ഇഷ്ടംപോലെ ടീച്ചർമാരുണ്ട്, പല മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം പറഞ്ഞാൽ അതാണ്. ഒന്നിനും പറ്റാണ്ട് 2 ആൾക്കാരെ കണ്ട വീട്ടിൽ ഒളിഞ്ഞു നിൽക്കണ ഞാൻ ഇന്ന് പല വേദികളിലും പോയി അവിടെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക, പിന്നെ എൻ്റെ ഒരു നോട്ടിനും വേണ്ടിയിട്ട് സ്റ്റുഡൻസ് കാത്തിരിക്കുക. അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ അന്ന് പിന്നോട്ട് തിരിഞ്ഞ് ഓടിയതാണെങ്കിൽ ഇന്ന് ഞാൻ ആ വീട്ടിൻ്റെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഹസ്ബൻഡ് പറഞ്ഞ ആ കളർഫുൾ ലോകം എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞാൽ ആ കളർഫുൾ ലോകം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഇന്നും ജോലി ചെയ്യുന്നത് എൻ്റെ മക്കളുടെ കൂടെ ഇരുന്നിട്ടാണ്. നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ സ്കൂളിൽ 4 മണിക്ക് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും. അവരെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ മക്കളെ നോക്കാതെ അവരുടെ സ്വപ്നങ്ങൾ കല്ലിൽ കെടുത്തിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വപ്നത്തിലൂടെയാണ് ഇപ്പം ഞാൻ സഞ്ചരിച്ചു പോകുന്നത്.
നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാലും പറ്റും. അപ്പോൾ കുറേ അമ്മമാരുടെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുറേ അമ്മമാരുടെ സങ്കടങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ജീവിച്ച്, മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോലി ഞാൻ വേണ്ട വെച്ചു, മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ വേണ്ട വെച്ചു. ഇന്ന് ആ മക്കൾ കല്യാണം കഴിഞ്ഞ് 2 ബോയ്സാണ് ആ മക്കൾ കല്യാണം കഴിഞ്ഞ് 2 ആളും 2 ഭാഗത്തേക്ക് പോയി. ഇന്ന് അമ്മയും അച്ഛനും ഒറ്റക്കാണ് വീട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ മോട്ടിവേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കയറി ശരിയാണ്, സത്യമാണല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം 100% മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാലും നമുക്ക് അവർ ചോദിക്കും ആര് പറഞ്ഞു, അത് കേൾക്കാൻ നിൽക്കണ്ട. അത് പറഞ്ഞിട്ട് മക്കളെ ഇട്ടിട്ട് നാളെ തന്നെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക, അല്ലാതെ നാളെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്താ ജീവിതത്തിൽ നേടിയെന്ന് പറയും. ഞാൻ എന്താ ഇപ്പം അടുക്കളയിൽ നിൽക്കേണ്ട ഞാനാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയതൊക്കെ. ഇപ്പം ന്യൂജൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ന്യൂജൻ ഫാഷൻ ബോട്ടിക്ക് ഉണ്ട്, ന്യൂജൻ ഫാഷൻ മാനുഫാക്ചർ യൂണിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ന്യൂജൻ ഫാഷൻ ബട്ടൺ ഹൗസും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ ന്യൂജൻ ഫാഷൻസ് റെഡിമെയ്ഡ്സ് ഉണ്ട്. പല ഇത്രയും ന്യൂജൻ പറഞ്ഞൊരു സംഭവം നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ ഒരു പേരിട്ട് തുടങ്ങിയതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് കുറേ സ്ഥാപനങ്ങളായി കുറേ ശാഖകളായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇനിയും എനിക്ക് ഒരുപാട് സ്വപ്നം, ഇവിടെ നിന്നിട്ടില്ല എൻ്റെ സ്വപ്നം. ഇനിയും എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു യൂണിറ്റ്, എൻ്റെ ഒരു സ്വപ്നം നടക്കൂല എന്നൊന്നും അറിയില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ ബാംഗ്ലൂരും അവിടെ സൂറത്തൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ട് വരുമല്ലോ, ആ ഒരു സംഭവം നമുക്ക് പാലക്കാട് കൊണ്ടുവരണം. അതിലൂടെ ഇനി നമുക്ക് കുറേ ആൾക്കാർക്ക് പണി കൊടുക്കാൻ പറ്റും, കുറേ ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും, സ്റ്റിച്ചിങ്ങിന് കൊടുക്കാമല്ലോ അവർക്ക്. അതിനൊപ്പം തന്നെ ഈ പാവപ്പെട്ട സ്ത്രീകളുണ്ടാവുമല്ലോ, അവരിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇപ്പം ബൾക്കായിട്ട് അവർ വെളിയിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാമല്ലോ ചെറിയൊരു എമൗണ്ടിന്. അപ്പോൾ അങ്ങനെ ഇനിയും എൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ നിൽക്കണില്ല, ഞാൻ വീണ്ടും സ്വപ്നം കാണുന്നു. നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. അതായത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റണം നമ്മുടെ സ്വപ്നത്തിന്. ഈ ഒരു വാക്യൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഇതിപ്പോൾ നമ്മളെന്നും വായിച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരൊന്നും കാണാണ്ടല്ല അവരത് പറഞ്ഞത്, അത് സത്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. സ്വപ്നം കാണുക, സ്വപ്നത്തിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് ആർക്കും പറയാനുള്ള അവകാശമല്ല സ്വപ്നം കാണണ്ടാവും. നമ്മളുടെ ഓരോ വ്യക്തികളുടെ അവകാശവും സ്വപ്നം കാണുക. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുക, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കുക. അല്ലാതെ നമ്മുടെ മക്കളെ നോക്കാതെ ഹസ്ബൻഡ് നോക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഒക്കത്തിനും ഒരു വിലങ്ങതടിയായിട്ട് വരിക. അതൊക്കെ നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ കടമയാണ് നമ്മുടെ മക്കളെ നോക്കുക എന്നുള്ളത്, ഒരു ഭാര്യയുടെ കടമയാണ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്, ഒരു മകളുടെ കടമയാണ് പേരൻസിനെ നോക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ മറക്കാതിരിക്കുക, വന്ന വഴി മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഒഴിഞ്ഞെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സുകൾ 1 മാസം കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ച് തരും. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമുക്കൊരു കോഴ്സിന് എത്രയാണോ, ഇപ്പോൾ 2500 ആണോ ഒരു കോഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് പഠിച്ച് പോണതിൻ്റെ ഉള്ളിൽ തന്നെ ആ എമൗണ്ട് നിങ്ങൾ വെളിയിൽ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചെടുത്ത് കാണിച്ചു തരണം. അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളുടെ കീഴിലും പോകരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യങ്ങളിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് ഒരു ബെഡ്റൂമും ഒരു ചെറിയൊരു റൂമും ഒരു മെഷീനും മതി ഒരാളുടെ കീഴിൽ പോകണം. പിന്നെ അധ്വാനിക്കാനുള്ളൊരു മനസ്സും വേണം. അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ വേറെ ലെവലാണ്. നമ്മൾ വിചാരിച്ചത് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജോലി നമുക്ക് നേടാൻ പറ്റും. ഇന്ന് ഞാൻ എത്ര സന്തോഷത്തോടെ, എന്താ പറയുക, എത്ര പ്രൗഡായിട്ട് ഇപ്പം എനിക്ക് കുറേ സംരംഭകരുടെ എനിക്ക് നെയ്തെടുക്കാൻ പറ്റിയിട്ട്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് കുറേ സംരംഭകരുണ്ട് പല മേഖലയിലും. അതായത് സ്റ്റിച്ചിങ്ങിൽ, പിന്നെ ഹിയറിംഗ് മേക്കിങ്, ഹെയർബാൻഡ് മേക്കിങ്, സോപ്പ് മേക്കിങ്, പിന്നെ പെയിൻറ്റിങ്, നമ്മൾ നെറ്റിപ്പട്ടം, നമ്മൾ കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ആരി വർക്ക് മാത്രം ചെയ്യുന്ന കുട്ടികളുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് കുറേ സംരംഭകരെ നേടിയെടുക്കാൻ പറ്റി, വാർത്തെടുക്കാൻ പറ്റി.
അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇന്നിപ്പോൾ അതുപോലെ ഇന്ന് കുറേ അമ്മമാരുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. 75 വയസ്സായ അമ്മക്കുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരാളും അറിയാതെ ഇരുന്നൊരു ഷാനയിൽ നിന്ന് ഇന്ന് ഈ ഷാനയിലേക്ക് എത്താനുള്ളൊരു ദൂരം, അത് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഈ കുറച്ചുള്ള സമയത്ത് എനിക്ക് 20 മിനിറ്റ് 30 മിനിറ്റ് പറയുന്ന പോലെ അല്ല. അത് കുറേ ത്യാഗങ്ങളുണ്ടായിരുന്നു, കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇന്നും എന്നെക്കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നമുക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞത്. രാവിലെ ഞാൻ ലേഡി ബ്ലോസത്തിലാണ് ഉണ്ടാവുക, 10 to 1 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവുക. 1 മണി മുതൽ 8 മണി വരെ ന്യൂജനിലാണ് ഉണ്ടാവുക. നമ്മൾ എന്താണ് ജെയ്ഡിമേടുള്ള ന്യൂജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 1 മണി മുതൽ 8 മണി വരെ നമുക്കിവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് അവിടുത്തെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ ഇനി എവിടേക്കാണ് ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ നേരെ വീട്ടിൽ കാണാൻ പോകുന്നത് ചോദിച്ചു. അപ്പോൾ നമ്മൾ നല്ലടാ ഇനി ഞാൻ നേരെ പോണത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അപ്പോൾ ആൾ ചോദിക്കാൻ ടീച്ചർക്ക് ബോറടിക്കൂലേ ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത ജോലി ഞാൻ വൈകുന്നേരം ചിലപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ, മോളെ ബോറടിക്കേ, ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു ജോലിയാണ്, ഏറ്റവും സ്വപ്നം കണ്ടൊരു ജോലിയാണ്. ഞാൻ ഓരോ നിമിഷവും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടത്, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ഈ ക്ലാസ് എടുക്കാൻ പോണത്, ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ലടാ, ഞാൻ എന്താ പറയുക, വീട്ടിലൊന്നും അല്ലാണ്ട് ഒരു പുറലോകത്തും ബന്ധമല്ലാണ്ട് വെറും അടുക്കള മാത്രമായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. ഒരാളും ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഇവിടെ ഇന്ന് എന്നെ ഒരു നേരം പോലത്തെ ഗുഡ് മോർണിംഗ്, ഒരു 100 ഗുഡ് മോർണിംഗ് ഉണ്ടാവും. കുറേ അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാവും, മോളെ ഫുഡ് കഴിച്ചോ, എന്നെ ഒരാഴ്ച മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കുറേ ഉമ്മമാരും അനിയത്തികളും മക്കളും, അങ്ങനെ എനിക്ക് കുറേ ആൾക്കാരുണ്ടെന്ന്. എന്നെ എന്താണ് കുറച്ച് ദിവസം എൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഞാനിന്ന് എവിടെ പോയാലും ടീച്ചറേനെ വിളിച്ചിട്ട് ഓടി വരാൻ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ എന്നെയും കാട്ടി ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ഡോക്ടറും അങ്ങനെ ഞാനാണ് അവരുടെ മുന്നിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. എന്നെയും കാട്ടി ഒരുപാട് ഉയരങ്ങളിലുള്ളവരാണ് ഞാനിന്ന് എൻ്റെ കുട്ടികളെന്ന് പറയുന്നത്. അവരുടെ സ്നേഹവും എന്താ പറയുക, എന്താണ് അതുപോലെ എനിക്കുള്ള ഹെൽപ്പിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ മോള് നീറ്റ് ചെയ്യണം, അപ്പോൾ ആ ഒരു ഇതിനൊക്കെ എന്താണ് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. എൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്യാനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ പല രീതിയിലും ഇപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, അവരുടെ പോലെ ഭയങ്കര ഹെൽപ്പാണ്. എന്ത് വേണമെങ്കിലും ഏതൊരു ഇതിൽ വേണമെങ്കിലും ഒക്കെ അവർ ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ എന്താണ് നേടിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ജീവിതത്തിൽ എന്താണോ നേടിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മോളായി ജനിച്ചത്. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിൻ്റെ മോളായി ജനിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഇക്കാനെ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിനെ കൊണ്ടൊക്കെ ഞാൻ അല്ലാതെ കൊണ്ടും ഒക്കെ ഒരുപാട് നന്ദി പറയണം. എന്നെ ഇക്ക സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. സ്വപ്നം കാണാൻ മാത്രമല്ല പഠിപ്പിച്ചത്, ആ സ്വപ്നം നേടിയെടുക്കാനും പഠിപ്പിച്ചത്. ഇന്ന് ഞാനത് ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയണം, നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നം നേടിയെടുക്കുക. അല്ലാണ്ട് സ്വപ്നം കണ്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം പറഞ്ഞാൽ 2-3 ഇപ്പോൾ നമ്മളെങ്ങനെയാണ് നടക്കാൻ പഠിക്കുമ്പോൾ ആരെങ്കിലും വീഴാതെ നടക്കാൻ പഠിച്ചിട്ടുണ്ടാകുമോ? എണീച്ചതും നടക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടാവില്ല. വീണ് തന്നെയാണ് നടക്കാൻ പഠിക്കുക. അതുപോലെ നമ്മൾ ഒരിതിൽ ഉയർന്ന് തോന്നുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്, ഇന്ന് ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ വിചാരം എന്താണെന്നറിയോ, സ്റ്റിച്ചിങ് പഠിക്കാൻ നാളെ പൊട്ടിക്ക് തുടങ്ങിയ യൂണിറ്റ് തുടങ്ങിയാൽ നിറയെ പണം ഉണ്ടാക്കുക. അത് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കണമല്ലോ. നമ്മൾ ആദ്യം നമുക്കുള്ള കസ്റ്റമർ നമ്മൾ നേടിയെടുക്കണം. ആ കസ്റ്റമർ അവരുടെ അടുത്ത് കൊടുത്താൽ ഓക്കെ ആണ്, ഇവർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് നമ്മൾ ചെയ്യണം. ദിവസം നമ്മൾ പ്രയത്നിച്ചും കൊണ്ടേയിരിക്കണം. അല്ലാതെ 2 ദിവസം ചെയ്ത് 3-ൻ്റെ അന്ന് നിർത്തുകയല്ല. ഇന്ന് നമുക്ക് കുറേ സെയിൽ ചെയ്യാനുള്ള കുറേ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇൻസ്റ്റയിൽ കൂടെ നമുക്ക് ചെയ്യാം, ഫേസ്ബുക്കിൽ കൂടെ നമുക്ക് ചെയ്യാം. വാട്സപ്പ് ഏറ്റവും വലിയൊരു ഇതാണ്. നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചാൽ മാത്രം മതി ഓൺലൈൻ ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഞാൻ വന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയുക, ക്ഷമല്ല. അവർക്ക് ഇന്ന് വെച്ച വാഴ നാളെ ഇന്ന് തന്നെ കൊലക്കണം പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ. നമുക്കതിന് സമയം വേണ്ടേ. അതുപോലെ നിങ്ങൾ നന്നായി പഠിക്കുക. പഠിച്ച ശേഷം ഞാൻ പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കറിയാം, നിങ്ങൾ പിന്നെ പ്രയത്നിക്കുക. ദിവസം നിങ്ങൾ
സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താ ചെയ്യേണ്ടത്, അതിന് വലിയൊരു എമൗണ്ട് നമുക്ക് വേണ്ട. കാരണം ഞാനും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വലിയൊരു എമൗണ്ട് കൈ പിടിച്ചിട്ടല്ല. കാരണം എനിക്കൊരു വാശിയാണ്, പിന്നെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ പോരാ, അല്ലെങ്കിൽ അവർക്ക് മാത്രം കുറേ കാര്യങ്ങൾ ചെയ്താൽ പോരാ. എൻ്റെ പോലെയുള്ള ആൾക്കാരുണ്ട്, ഒന്നിനും പറ്റാണ്ട്, ഒന്നിനും കഴിയാണ്ട്, ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട്. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് വരണം. ഞാൻ വീട്ടമ്മ ആയ ശേഷം 3 മക്കളായ ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് ടീച്ചിങ് എന്നൊരു ഫീൽഡിലേക്ക് വരുന്നത്. ഇന്ന് ഇഷ്ടംപോലെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. എത്രയാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത അത്രയും കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതിൽ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കുട്ടികളുണ്ട്, പിന്നെ ബൊട്ടിക്ക് തുടങ്ങിയ കുട്ടികളുണ്ട്, ഷോപ്പായിട്ട് തുടങ്ങിയവരുണ്ട്. അപ്പോൾ ഓരോരുത്തർ വിളിച്ചിങ്ങനെ അവർ ഇനാഗുറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് ഒന്നിനും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നവിടുന്ന് അവർ ഈ ഒരു ലെവലിൽ എത്തിയല്ലോ. അതുപോലെ നിങ്ങളും പ്രയത്നിക്കുക, തീർച്ചയായിട്ടും സ്വപ്നം കാണാം. സ്വപ്നത്തിനൊരിക്കലും ഒരു ഇതില്ല, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. ഇനി നമുക്കൊന്നിനും പറ്റൂല എന്ന് തോന്നണ ഒരു കോൺഫിഡൻസ് കുറയണ ഒരു സമയങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതൊന്ന് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ കണ്ണടച്ചിരുന്ന ശേഷം അതൊന്നും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതും, നമ്മൾ ആ ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൽ നിൽക്കുന്നതും സെയിൽ ചെയ്യുന്നതും ഒക്കെ സ്വപ്നം കാണുക. ആ സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് എത്തിയ പോലെ തോന്നും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിലേക്ക് അങ്ങനെ എത്തിപ്പിടിക്കാനുള്ള ഒരു പ്രയത്നമാണ് നടത്തും. തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ഞാൻ പ്രയത്നിക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഈ കോഴ്സൊക്കെ